കുറച്ച് കാലമായിട്ട് എയറിലായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറച്ച് കാലം എയറിൽ കണ്ടില്ല. അപ്പം ഞാൻ വീണ്ടും നോക്കുമ്പോൾ ദേ ഇരിക്കുന്ന എയറിൽ മിസ്റ്റർ മൃണാൽ. ഞാൻ വിചാരിച്ചു ഇനി ഇപ്രാവശ്യം ഈ ഹംഗ്രി മൃണാലും കൊണ്ടാണോ ഇവൻ പോയെന്നുള്ളത് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കി എന്തിനാണ് ആശാൻ എയർ പോയത്. ബൺമസ്കാണ് വിഷയം. അപ്പോൾ കുറച്ച് കാലം ഇങ്ങനെ എയർന്ന് ഇറങ്ങി ഒന്നിങ്ങനെ ഫ്ലാറ്റ് സ്കെയിലിൽ പോവുമായിരുന്നു ആൾ. അപ്പോൾ ഒന്ന് മുകളിലേക്ക് കത്തിക്കയറണമല്ലോ. ഇപ്രാവശ്യം പിടിച്ചിരിക്കുന്നത് ബൺമസ്ക് ആണ്. ബൺമസ്ക് ഇനിയിപ്പോൾ ഹംഗ്രി മൃണാലിൽ വെറുതെ ഓർഗാനിക് ആൻഡ് ഹൈജീനിക് ആൻഡ് ഗുണമിക് സാധനമാണോ എന്ന് നമുക്ക് പറയാറില്ല. നാട്ടിൽ വിൽക്കുന്ന ബൺമസ്ക കഴിച്ച ആളുകൾ മരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഹംഗ്രി മൃണാലിൻ്റെ ഓണറായ മൃണാൽ. ഹംഗ്രി മൃണാലിന് ഓണർ എന്ന് പറയാൻ പറ്റില്ല, കുറേ പാർട്ട്നേഴ്സ് ഉണ്ട്. ആ കോൺസെപ്റ്റ് കണ്ടുപിടിച്ച മിസ്റ്റർ മൃണാൽ പറയുന്നത്. ബൺമസ്ക ട്രെൻഡ് അല്ലേ? കഴിച്ചാ ആ സ്ഥാനത്ത് നിങ്ങളെ കൊല്ലാൻ പറ്റും കേട്ടോ. 1 കിലോ അത്യാവശ്യം വില കുറഞ്ഞ ബട്ടറിന് ഒരു 600 രൂപ. പ്രോപ്പറായിട്ടൊരു ബൺമസ്ക ഉണ്ടാക്കാൻ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് കോസ്റ്റ് മാത്രം മേ ബി 50. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന വിലയ്ക്ക് അവർക്ക് വിൽക്കാൻ പറ്റുക? സിമ്പിൾ ബട്ടറിൽ ഉപയോഗിക്കുന്ന ഡാൽഡയാണോ? അത് ശരി, നിങ്ങളെ കൊല്ലാൻ സാധ്യതയുള്ള, നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ബൺമസ്ക് എന്ന് പറഞ്ഞ് ബൺമസ്കിലെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇയാൾ കഴിക്കുന്നത് എന്താ? ഫ്രഞ്ച് ഫ്രൈസ്. പല സ്ഥലങ്ങളിലും ഞാൻ ബോർഡ് വരെ കണ്ടിട്ടുണ്ട്. സിഗരറ്റ് വരെ ഓക്കെയാണ്, നിങ്ങൾ ഈ സാധനം അടിച്ചു കയറ്റി തിന്നരുത് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് മാക്കെന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുവാണ് ഇത്? ഇത് തേപ്പടേ താൻ. അതൊന്നുമല്ല, അതിനേക്കാളും വില പറഞ്ഞ സാധനമുണ്ട്, മാജറിയും. 1 കിലോയ്ക്ക് 80 ചില്ലറ രൂപയുള്ളൂ. ബട്ടറിനെക്കാളും കാണാൻ ഫിനിഷിങ്, വെൽവെറ്റിയ, സോഫ്റ്റ്, പൊളിയ. പക്ഷെ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ചത്തു. ഒരു തവണ കഴിച്ചാലല്ല, ഞാൻ ഒരു ഫൺ കില്ലാവാൻ നോക്കിയല്ല. നിങ്ങൾ ആ ട്രെൻഡ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും, 1, 2, 3, 10 തവണ കഴിച്ചിട്ടുണ്ടാവും. സ്ഥിരമാക്കണ്ട. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ജങ്ക് ഫുഡാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ബൺമസ്ക് ഒന്നും അങ്ങനെ അല്ല. പലരും തെറ്റിദ്ധരിക്കുന്നത് ബണ്ണും ബട്ടറും ആണ്. നല്ല പ്യുവർ ബട്ടറും വെച്ച് നല്ല ബണ്ണും വെച്ച് ബാക്കി നല്ല സെറ്റപ്പിൽ ചെയ്യണമെങ്കിൽ നല്ല വിലക്ക് കിട്ടണ്ടേ. ആ വിലക്കൊക്കെ ആരാ അത് വാങ്ങിക്കാം? വിൽക്കുന്നവരും പറഞ്ഞിട്ട് കാര്യമില്ല, വാങ്ങുന്നവരും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം എന്താണെന്ന് ആൾക്കാരറിയണ്ടേ? വേണ്ടേ? താങ്ക് യു. അതായത് ആശാൻ ഇപ്പം പറഞ്ഞു വരുന്ന ബൺമസ്ക് ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഈ ബൺമസ്ക് ഒരു ട്രെൻഡാക്കി എടുത്തിട്ട് അവരൊരു ടേബിളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച്, അത്യാവശ്യം വീട്ടമ്മമാരാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവരുടെ ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം എന്നുള്ള രീതിക്ക് ഇറാനിയും ചായയും ബൺമസ്കും വിൽക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹംഗ്രി മൃണാൽ കോൺസെപ്റ്റിനകത്ത് ഈ ബൺമസ്ക് കൊണ്ടുവന്നാൽ, ഇയാൾ അങ്ങനെയുള്ള പറയുന്നത്, ഏറ്റവും പ്യുവറായിട്ടുള്ള ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഫുഡ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഹൈജീനിക്കാണ്, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലാ ടോപ്പ് ഹോട്ടൽസും ടോപ്പ് റെസ്റ്റോറൻറ്റ്സും ചെയ്യുന്ന പരിപാടിയാണ് ഇത്. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ കോണ്ടൻറ്റുകൾ, ഞങ്ങളുടെ ഫുഡ് കോണ്ടൻറ്റുകൾ, ഞങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഏറ്റവും അടിപൊളി, അത് ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര വിലയിടും. ഇതാണ് ഈ ഒരു ബേസിക് ലൈനിക്കാണ് ഈ ചങ്ങായി ബൺമസ്കേനെയും കൊണ്ടുവന്ന് വെക്കുന്നത്. ഓക്കെ, അതിനിങ്ങനെ പറയുന്നത് ബട്ടർ പ്ലസ് ബൺ, അങ്ങനെ മിൽക്ക്, ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കാനാണെങ്കിൽ നല്ല പൈസയാണ്. ബട്ടറൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം എല്ലാവരും മാർഗരീൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സാധനമാണ്. ഓക്കെ, ബട്ടറിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ സാധനമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത് പൊട്ടൻഷ്യലി ആളെ കൊല്ലാൻ ചാൻസ് കൂടുതലാണ്. അതിപ്പോൾ സയൻറ്റിഫിക്കലി സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ ബട്ടറിനേക്കാൾ കൂടുതൽ ചാൻസ് ഇതിന് കൂടുതലുണ്ട് തന്നെയാണ് ഞാൻ ഗൂഗിൾ സെർച്ച് നോക്കിയപ്പോൾ മനസ്സിലായത്. പക്ഷെ ഇയാളുടെ ഇൻറ്റൻഷനാണ് വിഷയം. നല്ല കാര്യം പറഞ്ഞ് നാട്ടുകാരോട് ഇപ്പോൾ ബൺമസ്ക് ഒരു ജങ്ക് ഫുഡല്ല, അല്ലെങ്കിൽ അതൊരു വളരെ എന്താ പറയുക അടിപൊളി ഹെൽത്തി ഫുഡാന്നുള്ളത് അങ്ങനെയൊക്കെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ മലയാളി? ഇല്ലല്ലോ, എൻ്റെ അറിവിലില്ല. എന്നാലും മലയാളികൾക്ക് അറിയാം ഇതൊരു ട്രെൻഡാണ്. ഫുൾജാർ സോഡ വന്ന പോലെ അങ്ങനെ പല ട്രെൻഡുകളും ഇവിടെ വന്നു പോയ പോലെ ഇറാനി ചായയും ബൺമസ്കും ഒരു ട്രെൻഡാണ്. അത് കേരളത്തിൽ. ഞാനിപ്പോൾ കുറേ അധികം കാലമായിട്ട് ബാംഗ്ലൂരൊക്കെ ജീവിച്ചൊരു മനുഷ്യനാണ്. ഞാനിവിടെ പല
ബേക്കറികളിലും ഈ ഐറ്റമാണ്. ഇവിടെ പേരതല്ല, ബൺ ബട്ടർ, അങ്ങനെ പല പേരിലും ഈ സാധനം ഇവിടെ അവൈലബിൾ ആണ്. കുലുക്കൻ ബന്ന്, ബൺ ബട്ടർ, അല്ലെങ്കിൽ അങ്ങനെ കുറേ അങ്ങനെ പല പേരുകളിൽ ഈ സാധനം വർഷങ്ങളായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇഫ് യു ഗോ ടു ഹൈദരാബാദ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഈ സാധനം വർഷങ്ങളായിട്ട് ആളുകൾ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ നാട്ടിലേക്ക് അത് വന്നപ്പോഴത്തേക്കും ബൺ മസ്ക എന്ന് പറഞ്ഞുള്ളൊരു കോൺസെപ്റ്റ് സാധനമായിട്ട് അത് മാറുന്നു. അതിൻ്റെ ഒപ്പം ഒരു ഇറാനി ചായ വരുന്നു. ഈവനിങ് സ്നാക്ക് പോലെ അത് ഭയങ്കര ട്രെൻഡി ഒരു സാധനമായിട്ട് മാറുന്നു. ഇതാണ് ഐറ്റം, മനസ്സിലായോ? പിന്നെ മൃണാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃണാലിൻ്റെ ഹോട്ടലിലും മൃണാൽ ഉണ്ടാക്കുന്നതും മൃണാൽ ചെയ്യുന്നതും മാത്രമാണ് ടോപ്പ്. ബാക്കിയുള്ളവരൊക്കെ ആളെ കൊല്ലാനും അല്ലെങ്കിൽ അൺഹൈജീനിക് ആയിട്ടും അല്ലെങ്കിൽ വളരെ പൊട്ട ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് സാധനം ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞു പോകുന്ന ഒരാളാണെന്ന് എനിക്ക് ഇയാളുടെ ഈ തള്ളുന്ന് കുറേ കാലമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഐ ആം ദ ബെസ്റ്റ്, ബാക്കിയുള്ളതൊക്കെ വേസ്റ്റ്. ഇതാണ് ഇയാളുടെ ഒരു ലൈന്. ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഹെൽത്തിലൊരു കൺസേൺ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹോട്ടൽ, എൻ്റെ ഇൻഗ്രീഡിയൻസ്, എൻ്റെ സാധനങ്ങൾ നല്ല പറയേണ്ടത്. ഇതിൽ വളരെ സിമ്പിളായിട്ട് വന്നിട്ട് ബൺ മസ്കിനെ കുറിച്ച് പറഞ്ഞിട്ട് പോകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്നവരും കാണും ഈ കൂട്ടത്തിൽ. അല്ലാതെ ആ ഒരു എൻറ്റയർ ഇത് വിൽക്കുന്ന എല്ലാവരിലേക്കും ഒരു തരം ഭീതി പടർത്തുന്ന രീതിയിൽ അവരൊക്കെ കച്ചവടം പൂട്ടിപ്പോകുന്ന രീതിയിലൊരു ഐറ്റം ഇറക്കി വിടുക എന്നുള്ളത് ഇൻറ്റൻഷനലി. അതായത് ബൺ മസ്ക നാളെ ഈ പറഞ്ഞ ഹംഗ്രി മൃണാലിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് 20 രൂപയ്ക്ക് 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് എന്നെ കൊണ്ട് വിൽക്കാൻ പറ്റില്ല. ഞാൻ വിൽക്കുകയാണെങ്കിൽ അത് 200 രൂപയ്ക്ക് വിൽക്കേണ്ട ഐറ്റമാണ്. 200 രൂപയ്ക്ക് വിൽക്കാൻ കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതാണ്, അതിൻ്റെ ഒറിജിനൽ ഇൻഗ്രീഡിയൻസ്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കാശ് കൊടുക്കണം. ഇതാണ് ഇങ്ങനെ ലൈൻ പിടുത്തം. ഓക്കെ, ആ ലൈൻ പിടുത്തത്തിലേക്കാണ് ആദ്യമേ ബൺ മസ്കയ്ക്ക് നേരെ ഈ സാധനം എറിഞ്ഞിട്ടത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്ത് ദ ചായ് കപ്പിളാണ്. അവരാണ്, ഇപ്പോൾ ചായ് കപ്പിളിനെ അറിയുന്നവരുണ്ടാവും, ഞാൻ ഫോട്ടോ ഇവിടെ വയ്ക്കാം. ചായ് കപ്പിള് ഈ ബൺ മസ്ക് വൈറലാക്കിയാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഞാൻ കണ്ട ഫസ്റ്റ് റീല് ബൺ മസ്കിൻ്റെ വരുന്നതാണ്. എന്നിട്ട് ഞാൻ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അയ്യോ നിങ്ങൾ അവിടെ ഉണ്ടാവില്ലേ, ഇവർ സ്ഥലമൊക്കെ മാറി അവിടെ നിന്ന് പോലീസുകാർ വന്ന് ആൾക്കൂട്ടം കൂടിയ സമയത്ത് വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവർ ഗോൾ സൂക്കിന് മുന്നിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ വേറെ ലെവലിലാണ് അവരുടെ ബിസിനസ്സും സാധനങ്ങളും പോകുന്നത്. സോ ബൺ മസ്ക് ട്രെൻഡാക്കിയ ഞാൻ കണ്ട റീല് വരുന്നതാണ്. ഇവരിതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൺ മസ്ക ട്രെൻഡ് അല്ലേ, കഴിച്ചാ ആ സ്ഥാനത്ത് നിങ്ങളെ കൊല്ലാൻ പറ്റും കേട്ടോ. അപ്പൊ ശരിയാണ്, ബൺ മസ്കൊക്കെ നിങ്ങളെ കൊല്ലാൻ പറ്റും. പക്ഷെ എങ്ങനെ? അത് മാർജിനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യെസ്, അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ദി സ്റ്റാർട്ട്. നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അമൂലിന്റെ ബട്ടർ, അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ നിന്ന് മേടിക്കുന്നതും കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് പ്യുവർ ബട്ടറാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു ആവറേജ് ഫ്രിഡ്ജ്, എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഇച്ചിരി അടുക്കി വെച്ചിട്ടാ, അത് ഇങ്ങനെ അലങ്കോലമായിട്ടിരിക്കുന്നത്. വീഡിയോയിൽ കാണിക്കാൻ ഭംഗി ഉണ്ടാവാൻ വേണ്ടി കുറച്ച് അടുക്കി എടുത്ത് വെച്ച്. പക്ഷെ സംഭവങ്ങൾ ഇതാണ്. പിന്നെ മാസ്കർപോൺ ചീസും, ആ ചീസിന്റെ കൂടാരം കാണാം, അത് തിരാമിസു സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചീസ് യൂസ് ചെയ്യുന്നത്. അപ്പോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തന്നെ തോന്നി. ഇതേപോലെ മാർക്കറ്റിലെ ആൾക്കാർ വേറെ ഇറങ്ങുന്നുണ്ട്, മാർജിൻ ഉപയോഗിക്കുന്നുണ്ട്, പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂട്ടി സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ മാർജിൻ പ്രോഫിറ്റ് ഇല്ല, പ്രോഫിറ്റ് മാർജിൻ വെച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡിന്റെ ആദ്യമായിട്ട് ഇറക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ നോക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒട്ടും മാർജിൻ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇപ്പോഴും അതിന് മാർജിൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോ അതും ആ ക്വസ്റ്റിന്റെ ആൻസർ ആയില്ലേ. ഇതാണ് ഞങ്ങളുടെ കഥ. ഇപ്പൊ ഞങ്ങളുടെ ബൺ മസ്ക് കഴിക്കൂ, ഇത്ര പ്രശ്നമൊന്നുമില്ല. ക്വാളിറ്റി 100% ആണ്. എത്ര പിള്ളേർ വന്നിട്ട് അതിന്റെ പാരന്റ്സ് ചോദിക്കുന്നുണ്ട് പിള്ളേർ കഴിക്കാൻ പറ്റും, മനസ്സിൽ ഒരു കുത്തൂല. ഞങ്ങൾ പറയും പിള്ളേർക്ക് കൊടുത്തു എന്ന് പറയും. മനസ്സാക്ഷി കുത്തില്ല, പിള്ളേർക്ക് സേഫ് ആണെന്ന് അങ്ങനെ തന്നെ പറയാം. ഞങ്ങള് റിയൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും ഇത് ബട്ടറാണ്, നിങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഒന്ന് കഴിച്ചോളൂ. ഓക്കെ, അപ്പോൾ മൃണാലിന് റിപ്ലൈ എന്നുള്ള രീതി ഓബിയസ്ലി കൊടുത്തേ പറ്റൂ. കാരണം മൃണാലിൻ്റെ ഹോട്ടലിനെ ക്രിട്ടിസൈസ് ചെയ്ത സമയത്ത്, കോൺസെപ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്ത സമയത്ത് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചതിന് റിപ്ലൈസ് കൊടുത്തിട്ടുണ്ട്. സോ അയാൾ മൊത്തത്തിലൊരു ബൺ മസ്ക വിൽക്കുന്ന എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നം തലയിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുമ്പോൾ അവർ വന്ന് അതിന് റിപ്ലൈ കൊടുക്കും. ഇവരാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സംശയങ്ങളോ ഇവർക്ക് നേരെ, കാരണം ഇവർക്ക് കച്ചവടവും കൂടുതലുണ്ട്, വിസിബിലിറ്റിയും കൂടുതലുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഓബിയസ്ലി ആണ് പോകാൻ, ഒരു മിസ്ലീഡ് ചെയ്ത സാധനം പോകാൻ ചാൻസ് കൂടുതലാണ്. സോ അവർ വന്നിട്ട് അവരുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു പ്രോപ്പറായിട്ട് അവരുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അവർ യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ബട്ടറാണ്, അതോ അമൂൽ ബട്ടറാണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ, ഈ മൃണാലിന് സംഗതി ഞാൻ പറഞ്ഞു, എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും അയാളുടെ ബിസിനസ്സിലേക്ക് ഈ സാധനങ്ങളൊക്കെ മുട്ടിക്കണം. ഇയാൾ ഭയങ്കര കണ്ണിങ്ങാണ്, ഭയങ്കര ഷൂഡാണ്.
ഞാൻ പറഞ്ഞു ഈ ബൺമസ്ക് നാട്ടുകാർ കഴിച്ച് അതിലൂടെ നാട്ടുകാർക്ക്, അതായത് മാർജിൻ കൂട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് മാർജിനും കൂട്ടിയിട്ടുള്ള ബൺമസ്ക് ബട്ടർ ഒഴിവാക്കിയിട്ട് ആളുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉടായ്പ ആളുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇയാൾ അങ്ങനെ എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ജെന്യൂനായിട്ട് ഇയാൾക്ക് വന്നിട്ട് പറഞ്ഞിട്ട് പോവാം. അതായത് ഇങ്ങനെ ചെയ്യുന്നവരും കാണും ഇതിനിടയിൽ നിന്ന്. അല്ലാതെ കാടടച്ച് വെടിവെച്ച് ബൺമസ്ക് കഴിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബട്ടർ വെച്ച് ബൺമസ്ക് ഉണ്ടാക്കുന്നവർക്ക് ഇതിപ്പോൾ പണിയല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പോൾ മറ്റവർ വന്നിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് പോയത്. ഇയാളെന്താ പറയുക, ഇയാളുടെ ഹോട്ടലിൽ മാത്രമാണ് പണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പോലെ ഇയാൾ തൊടിയിൽ മുളക് വളർത്തും, എന്നിട്ട് അത് ഉണക്കി ഇടിച്ച് പൊടിച്ച് അയാൾ മുളക് പൊടിയാക്കും. തൊടിയിൽ കുറേ തേങ്ങുണ്ട്, അത് കൊപ്രയാക്കിയിട്ട് ഇയാൾ ഇരുന്ന് ആട്ടി ഇയാൾ തന്നെ അത് വെളിച്ചെണ്ണയാക്കും. ദോശമാവ് ഇയാളും ബാക്കി ടീംസും കൂടി ഇരുന്നിട്ട് വൈകുന്നേരം ഇരുന്നിട്ട് അരക്കലാണ് പരിപാടി. ഫുൾ ഓർഗാനിക്. ഇയാൾ കണ്ണിങ് എന്ന് പറയാൻ കാരണം ഈ ബോച്ചയെ പോലെയാണ് ഈ മൃണാൽ. ഇവർക്കറിയാം ഇനി ഫ്യൂച്ചറിൽ ഓൾറെഡി കേരളത്തിന് പുറത്ത്, കേരളത്തിലാണെങ്കിൽ തന്നെ ട്രിവാൻഡ്രത്തും കൊച്ചിയിലൊക്കെ മെട്രോസിലൊക്കെ ഓർഗാനിക് ഈറ്റിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് ലിവിങ് എന്ന് പറഞ്ഞുള്ളൊരു ലൈഫ് സ്റ്റൈലിനൊരു തുടക്കം കുറേ പേര് തുടങ്ങി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഹെൽത്ത് കോൺഷ്യസ് മീൻസ് ബാക്ക് ടു റൂട്ട്സ്, ബാക്ക് ടു ഓർഗാനിക് തിങ്സ് എന്നുള്ളൊരു സംഗതി. അതായത് പെസ്റ്റിസൈഡ്സ് ഇല്ലാതെ, ജങ്ക് ഫുഡ്സ് ഇല്ലാതെ എല്ലാം വളരെ ഓർഗാനിക്കായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതായത് ഒരു 10, 20, 30 വർഷം മുമ്പ് നമ്മൾ വീടുകളിലൊക്കെ കുറേയൊക്കെ പൊടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാവും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ ഉണ്ടാക്കി പൊടിച്ചു കൊണ്ടിരുന്ന സാധനങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതായത് അതൊക്കെ മുമ്പാണെങ്കിൽ എല്ലാം കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നുന്നൊരു ഐറ്റം എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ അതില്ലാത്തത് കൊണ്ട് ഈ പാക്കറ്റിൽ വരുന്ന സാധനങ്ങൾ പലതും പലർക്കും പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ആർട്ടിഫിഷ്യൽ സാധനങ്ങളോട് പലരുടെയും ദേഹം റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് തന്നെ അവർ ഹെൽത്ത് കോൺഷ്യസോ അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസോ ആയതുകൊണ്ട് എല്ലാം ബാക്ക് ടു റൂട്ട്സിൽ പോകണം. അത് പൈസ ഉള്ളവന് പറ്റും. ഞാൻ പറയാലോ, അങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ടൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പൈസ ഉള്ള ആളുകൾക്ക് ഒരു എബോ ആവറേജ് ലിവിങ് ഉള്ളവർക്ക് പറ്റും. ഇപ്പം ടെക്കീസ് ആണെങ്കിൽ പോലും ഒരു എബോ ആവറേജ് സാലറി ഉള്ളവർക്ക്, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി ആളുകൾ സൊസൈറ്റിയിലുണ്ട്. അവർക്കൊക്കെ പറ്റും ഈ സാധനം അഡാപ്റ്റ് ചെയ്യാൻ. അതായത് ഒരു നാട്ടിലെപ്പോഴും അവർ പാക്കറ്റ് പാലിന് പകരം ഒരു പശുവും പാൽ വരുത്തിക്കും. അതുപോലെ മുളക് പൊടി അവർ പൊടിച്ച മുളക് പൊടി, അവർ ആട്ടിയ കൊപ്രയിലെ വെളിച്ചെണ്ണ, പിന്നെ ഓർഗാനിക് സ്റ്റോറുകളുണ്ട്. ഇപ്പോൾ മില്ലറ്റ്സ് ഭയങ്കര ട്രെൻഡിങ് ആണ്. ലൈക്ക് അങ്ങനെ ഓർഗാനിക് സ്റ്റോറുകളിൽ പോയിട്ട് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങും. അങ്ങനെ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൃണാൽ പറയുന്ന സാധനം കണക്റ്റാവും, കിട്ടും. ഇല്ലയെന്ന് പറയുന്നില്ല. മൃണാൽ ഇതേ ടെക്നിക്കല്ലേ ഈ ബാക്കി ഹോട്ടലുകളിലെ. എൻ്റെ ചോറ് നോക്കൂ നിങ്ങൾ, ബാക്കി ഹോട്ടലിലെ ചോറ് നോക്കി, ഈ രൂപയ്ക്ക് ഞാൻ ഇത്ര ചോറ് കൊടുക്കുന്നില്ലേ, അവിടെ അവർ എത്ര കൊടുക്കും? മനസ്സിലായ? അപ്പം അത് ഇപ്പം ക്വാണ്ടിറ്റി വൈസ് ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു ബിസിനസ് തന്ത്രം ഇപ്പം ക്വാളിറ്റിയിലേക്ക് തിരിഞ്ഞു തുടങ്ങി. കുറേ ക്വാളിറ്റി ആദ്യം ഒന്ന് പുഷ് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് ഏൽക്കാത്തത് കൊണ്ട് ബൺമസ്ക പിടിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും പറഞ്ഞ് ക്വാളിറ്റിയും പറഞ്ഞ് ഇതിങ്ങനെ വിൽക്കാം, ഇങ്ങനെ വിൽക്കുന്ന കച്ചവടം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കച്ചവടത്തേക്ക് കൊണ്ടുവരുന്ന ഒരുമാതിരി അസാധ്യമായിട്ടുള്ളൊരു ഷൂഡ് ബിസിനസ് മൈൻഡാണ് ഈ ചെങ്ങായിക്കുള്ളത്. എന്താണെങ്കിലും തീർന്നിട്ടില്ല. ഇനിയും ഈ ബൺമസ്ക വെച്ചിട്ടുള്ള ആശാൻ്റെ അടികൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഈ ബൺമസ്കൊക്കെ വെക്കുന്ന പാവങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരുടെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർ പാവങ്ങളല്ല, അവർ നന്നായിട്ട് കച്ചവടം ചെയ്ത് ജീവിച്ചിട്ട് നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നു. ഫുഡ് ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഏത് റവന്യൂ സ്ട്രീമായാലും, കുറവ് റവന്യൂ കൂടുതൽ റവന്യൂ എന്തോ ആയിക്കോട്ടെ, ഒരു പാവങ്ങളായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മോശമൊന്നും ഉപയോഗിക്കില്ല. എത്ര ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം വരുന്ന ഒന്നും ഉപയോഗിക്കില്ല എന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ്. അതാണ് അതിൻ്റെ പ്രധാന കാരണം. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ 400 ചില്ലറ രൂപയാണ് കഴിഞ്ഞ കുറേ മാസത്തെ വെളിച്ചെണ്ണയുടെ ആവറേജ് വില. അത് ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് സ്നാക്സ് ഫ്രൈ ചെയ്ത് പലതിനും ഉപയോഗിക്കുമല്ലോ. ആ എണ്ണ ഡിസ്പോസ് ചെയ്യണമല്ലോ. ഉപയോഗിച്ച് കഴിഞ്ഞത് 55 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 55 രൂപ ഞങ്ങൾക്ക് വന്നിട്ടാണ് അവരെടുത്തുകൊണ്ട് പോകുന്നത് ബയോഫ്യൂൽ ഉണ്ടാക്കാൻ. ആ വണ്ടിയുടെ ഡ്രൈവർ ഞങ്ങളുടെ ഷെഫിനോട് പറഞ്ഞതാണ്, ഇവിടുത്തെ പല റെസ്റ്റോറൻറ്റുകളും പല ആൾക്കാരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തരുന്ന വിലയേക്കാളും കുറച്ച് കൂടുതലൊന്ന് വാങ്ങിക്കുന്നുണ്ടെന്ന്. അതിനകത്ത് വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ഉണ്ട്, ഞങ്ങൾ ഉപയോഗിച്ച മസാലയുണ്ട്, എല്ലാം ഉണ്ട്. അത് ഉപയോഗിച്ച് അവർ കുക്ക് ചെയ്തിട്ട് അവർ വിൽക്കുകയാണ്, റെസ്റ്റോറൻറ്റിൽ വിൽക്കുകയാണ്, ഓൺലൈൻ ഡെലിവറി ഒക്കെ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലും ഉണ്ടവർ. ഞങ്ങൾ വിൽക്കുന്ന ഡിഷസ് അതിൻ്റെ പകുതി വിലയ്ക്ക് അവർ നിങ്ങൾക്ക് വിൽക്കുകയാണ്. സുഹൃത്തുക്കളെ,
ഇവരാരും പാവങ്ങളല്ല. നിങ്ങളെ കൊല്ലുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നവർ പാവങ്ങളല്ല. അവർ നിങ്ങളെ തുരന്ന് ജീവിക്കുന്നവരാ. നിങ്ങൾക്ക് സത്യം കേൾക്കുന്നത് തീരെ ഇഷ്ടമല്ലേ? സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വഴിഞ്ഞൊഴുകുകയാണ് ആശാന്. എൻ്റെ പൊന്നളിയാ, ഇത്രത്തോളം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആളുകളുടെ ലൈഫിനെ കുറിച്ച് കൺസേൺ ഉണ്ട്. നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും കേരളത്തിലെ മലയാളികളുടെ ജനങ്ങളുടെയൊക്കെ ഹെൽത്തിന് നിങ്ങൾ ഇത്ര ഇമ്പോർട്ടൻസ് ആൻഡ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ കാശ് കൊടുത്ത് ആ വണ്ടിക്കാരന് നിങ്ങൾ ഉണ്ടാക്കി കളയാൻ വെച്ചെണ്ണ കൊടുക്കരുത്. ബയോഗ്യാസ് ബയോ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന സാധനം നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളത് ഒഴുക്കി കളഞ്ഞോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ, കുഴികുത്തി മൂടിക്കോ, എന്നാലും കുഴപ്പമില്ല. എന്തിനാണ് നിങ്ങളത് വിൽക്കാൻ നിൽക്കുന്നത്? അപ്പോൾ വിൽക്കുന്നതിലൂടെ ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് മേടിച്ചു, ഇനി അത് വിൽക്കാൻ നേരത്തെ ആ കിട്ടുന്നെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണോ? നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ്, നിങ്ങളും കൂടി കൊടുക്കുന്നത് കൊണ്ട്, നിങ്ങളെ പലരും കൊടുക്കുന്നുണ്ടാവും, നിങ്ങളും കൂടിയും കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഇത് വേറെ ആൾക്കാർ ഉപയോഗിക്കുന്നത് അവർക്ക് കിട്ടുന്നത്. നിങ്ങൾ കൊടുക്കണ്ടതേ, 50 രൂപ വിൽക്കണ്ട, എടുത്തു വെച്ചോ. അതൊന്ന്. രണ്ടാമത്, ഇങ്ങനൊരു ഉടായ്പ അവിടെ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഹെൽത്തിന് ഇത്രയും പ്രശ്നമുള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ ഫുഡ് ആൻഡ് സേഫ്റ്റിനെ അറിയിച്ചുകൂടെ? എനിക്ക് ചെയ്തുകൂടെ? എന്താ ചെയ്യാത്ത മോൻ? ബട്ട് വൈ? അല്ല, ഇത്രയും കൺസേൺ ആയിട്ട് വന്നിരുന്നിട്ട് ഇത് വീഡിയോയിൽ ആൾക്കാർ നിങ്ങളെ തുരന്ന് ജീവിക്കുന്നവരാണ് ഈ പാവങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെന്താ നേരത്തെ പറഞ്ഞേ? നല്ല ഇൻഗ്രീഡിയൻസ്, നല്ല വിലയുടെ ടോപ്പ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്ന എല്ലാവരും വളരെ പാവങ്ങളായിട്ട് കച്ചവടം ചെയ്ത് ഒരു ഗുണവും മെച്ചവും പിടിക്കാതെ, ബിക്കോസ് അവർ മാർജിൻ എടുക്കുന്നില്ല, പ്രോഫിറ്റ് എടുക്കുന്നില്ല എന്നുള്ളതിലേക്കാണ് സാധനം ആശാൻ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത്. ഇതേ ചെങ്ങാതി ഉദ്ദേശം എന്താ? ഞങ്ങൾ ഇത്രയും ടോപ്പ്, ഇത് വെളിച്ചെണ്ണ 100-400 രൂപയുടെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പം അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വില കൂടിയ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കും. വില കൂടുമ്പോൾ ക്വാളിറ്റി കൂടുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഈ വില കൂടിയ സാധനത്തിന് ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവുമോ? അറിയാൻ പാടില്ല. ക്വാളിറ്റി ഈസ് ഡിഫറെൻറ്റ്. പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞ സാധനം മേ ബി പറയാൻ പറ്റും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനത്തിന്, ഏറ്റവും പൈസ കൊടുക്കുന്ന സാധനത്തിന് ഏറ്റവും ക്വാളിറ്റി ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവിടെയും പറ്റിക്കാം. ഓക്കെ, പക്ഷെ മൂപ്പർ പറഞ്ഞു വെക്കുന്ന ലൈൻ ഇതാണ്: എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും അടിപൊളി ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പാവപ്പെട്ടവർ. ഈ പാവപ്പെട്ടവനാണ് കഴിഞ്ഞൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ഇരുന്നിട്ട്, എയർപോക്ക് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞങ്ങളെ ബിസിനസ് ഇലാബറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ബിസിനസ് ഭയങ്കര സക്സസ്ഫുള്ളാണ്. കൊച്ചിയിൽ ഏറ്റവും നല്ല ബിസിനസ് നടക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെതാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ്സുള്ള തള്ളു ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്നത് വണ്ടി. ഇന്ന് ഞങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? താൻ പാവപ്പെട്ടനായിട്ടിരിക്കുന്നില്ല. താൻ പറയുന്നത് തൻ്റെ ഈ ബിസിനസ് വളർന്ന് പടർന്ന് പന്തലിച്ചു എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താ? എന്താണെങ്കിലും ബൺമസ്കാരുടെ നെഞ്ഞത്തേക്ക് കയറി ഇത് മിക്കവാറും ഇയാൾ എയറിൻ്റെ അപ്പുറം പോകുന്നുള്ള ചാൻസാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ ആദ്യം തുടങ്ങിയത് ഞാൻ പറഞ്ഞുതരാം, ബൺമസ്കിലല്ല. ഇയാൾ ആദ്യം പിടിച്ചു നോക്കിയത് ഇയാളുടെ ഹംഗ്രി മൃണാലിൽ എനിക്ക് തോന്നുന്നത് ബ്രെഡും സ്റ്റൂവും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബ്രെഡ് സ്റ്റൂ. ആ ടൈമിൽ ബ്രെഡിൻ്റെ മുകളിലൊന്ന് കയറി ഇയാളൊന്ന് മേഞ്ഞു. ബ്രെഡിൻ്റെ കാര്യത്തിൻ്റെ മുകളിലൊന്ന് എയർ പിടിക്കാൻ നോക്കി, ബ്രെഡിൻ്റെ കാര്യത്തിലൊന്ന് ഓർഗാനിക് ആവാൻ നോക്കി. ഇനി ഇയാളുടെ പേര് ഹംഗ്രി മൃണാൽ എന്നല്ല, ഓർഗാനിക് മൃണാൽ എന്നാണ്. ഹംഗ്രി മൃണാൽ നല്ല സ്വയം വെജ് സ്റ്റൂ, ചിക്കൻ സ്റ്റൂ തുടങ്ങി അതിൻ്റെ കൂടെ ബ്രെഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇതിൽ കാര്യം മനസ്സിലായത്. വെള്ളം, ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ടല്ല ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. വെജിറ്റബിൾ ഫാറ്റ്, ഗ്ലൂട്ടൻ, സോയ സോളിഡ്സ്, മിൽക്ക് സോളിഡ്സ്, പ്രിസർവേറ്റീവ്സ് 2 എണ്ണം, ഫ്ലോർ ട്രീറ്റ്മെന്റ് ഏജൻസി 2 എണ്ണം, സ്റ്റെബിലൈസർ, എമൾസിഫയർ, അസിഡിറ്റി റെഗുലേറ്റേഴ്സ് 2 എണ്ണം, ആന്റി ഓക്സിഡന്റ്. ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ കുറെ ദിവസം നിൽക്കണ്ട ബ്രെഡ് കേടാകാതെ. ഞങ്ങൾക്ക് അങ്ങനെ കുറെ ദിവസം നിൽക്കണ്ട. വിഷം വെക്കാൻ കൂട്ടാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് ഫ്രിഡ്ജില്ല, ഫ്രീസറില്ല, ഒന്നുമില്ല. ഇന്ന് വാങ്ങുന്ന സാധനം ഇന്ന് ഉണ്ടാക്കുന്നു, ഇന്ന് തീരും. ആ നമ്മൾ വേറെ വാങ്ങിക്കോളാം. ഇവിടെ ഹോസ്പിറ്റലിലേക്ക് ആളെ അയക്കുന്ന റെസ്റ്റോറന്റ് കൃഷി നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെക്കാൾ ആരോഗ്യമുണ്ട്. അവർ ജിമ്മിൽ പോയിട്ടോ നീന്താൻ പോയിട്ടോ എക്സസൈസ് ചെയ്തിട്ടോ അല്ല, അവർ കഴിച്ച ഭക്ഷണത്തിലെ ഗുണമാണ്. എനിക്ക് പറയേണ്ടത് എനിക്കറിയില്ല. സിമ്പിൾ ബോർമയിൽ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ബ്രെഡ് ഉണ്ടാക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡയറക്റ്റ് മെസ്സേജ് അയക്കും. ഇൻസ്റ്റഗ്രാമിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എങ്ങനെ അയച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ വാങ്ങിക്കോളാം. സിമ്പിൾ ഇൻഗ്രീഡിയൻസ്, സിമ്പിൾ ബ്രെഡ്, ഇന്ന് വാങ്ങുമ്പോൾ നല്ല സിമ്പിളായിട്ട് കസ്റ്റമറിന്റെ കൂടെ നമുക്ക് ഹാപ്പിയായിട്ട് കഴിക്കാമല്ലോ. ഒന്നുമില്ലെങ്കിൽ ആളെ കൊല്ലുന്നില്ല എന്നുള്ള സമാനത്തോടെ കിടന്നുറങ്ങെങ്കിലും ചെയ്യാം.
അത് ദരിദ്രം മുക്തായതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല കേട്ടോ. കഴിക്കുന്ന ഭക്ഷണം നല്ല അല്ലെങ്കിൽ ഭയങ്കര കടുപ്പ, ഭയങ്കര മോശം. എൻ്റെ അമ്മേ, നന്മമരം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് മൃണാലും നന്മമരമായി പൂത്ത് കായ്ച്ച് അങ്ങോട്ട് പടർന്നിരിക്കുകയാണ്. എൻ്റെ പിന്നെ എന്തൊരു കൺസേൺ ആണ് മൃണാലെ ബാക്കിയുള്ളവരുടെ ദേഹത്തിനെയും ബാക്കിയുള്ള ഹെൽത്തിനെയും. മൃണാൽ ഇത് സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? സ്വയം ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കേണ്ട ടൈം ആയിട്ടുണ്ട് മൃണാൽ. ആണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ, എൻ്റെ ബോഡി നിങ്ങളുടെ ബോഡിയൊക്കെ എവറിതിങ് ലൈക്ക് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെയൊക്കെ ലൈക്ക് പാരൻസിൻ്റെ, ഗ്രാൻഡ് പാരൻസിൻ്റെ അവരുടെ ലിവിങ് സ്റ്റൈൽ ഈസ് ഡിഫറെൻറ്റ്. അവർ ശ്വസിച്ചിരുന്ന എയർ ക്വാളിറ്റി ഈസ് ഡിഫറെൻറ്റ്. ഇതൊക്കെ മാറ്ററാണ് മൃണാലെ, മനസ്സിലായോ? നമ്മൾ ഒരിക്കലും ഒരു 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം മുന്നേ ജീവിച്ച ആളുകളുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ച് നമ്മളൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അത് ഇക്വലൈസ് ചെയ്ത് നോക്കാൻ പാടില്ല. പക്ഷെ കാരണം നമ്മൾ ജീവിക്കുന്നു, അവർ ജീവിക്കുന്നു ഡിഫറെൻ്റ്ലി, ലൈക്ക് എൻറ്റയർലി ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിനകത്താണ്. ഓക്കെ, അവിടെ ഒരുപാട് മാറ്റങ്ങൾ ചുറ്റുമുണ്ട്, നമ്മളിലും ഉണ്ട്. ആൻഡ് ഈ മാറ്റം ഈസ് ഇന്നോവേറ്റബിൾ. ഓക്കെ, അത് വെറും ഫുഡിൻ്റെ സാധനം കൊണ്ട് അങ്ങനെയൊന്നുമല്ല, അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. തനിക്ക് തൻ്റെ ബിസിനസ്സിൽ നിങ്ങൾ ഏറ്റവും പ്യുവറാണ്, ഓർഗാനിക് ആണെന്ന് കാണിക്കണം, അതാണ് തൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് എൻ്റെ കടയിൽ, സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ട്, എൻ്റെ കടയിൽ ഫ്രീസറില്ല. അതായത് പഴയ സാധനങ്ങൾ ഞങ്ങൾ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ വെച്ച സാധനങ്ങൾ വെച്ച് ഞങ്ങൾ ഉപയോഗിക്കില്ല. പഴയ സാധനങ്ങളൊന്നും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഞങ്ങളതൊക്കെ അന്നന്ന് തീരുന്ന, സ്റ്റോക്ക് തീരുന്ന അന്നന്ന് തീർക്കുന്ന പരിപാടിയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അത്രപാട് ബ്രെഡിൻ്റെ പാക്കറ്റൊക്കെ എടുത്തിട്ട് പൊക്കി പിടിച്ചിട്ട്. അത്യാവശ്യം ബുദ്ധിയുള്ളവരറിയാം ഇവിടുത്തെ റൂൾസ് വെച്ചിട്ട്. ഓക്കെ, ഷെൽഫിൽ വെക്കുന്ന ഒരു 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 ഫുഡ് ഐറ്റം, അതിലെന്തൊക്കെ കോണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളത് വാങ്ങുന്നവൻ അറിയണം എന്നുള്ളത് ഇവിടുത്തെ ഇന്ത്യൻ നിയമമാണ്. താങ്കളൊരു കൺസൾട്ടൻ്റ് അല്ലേ? എന്തൊക്കെയോ വലിയ കൺസൾട്ടൻ്റാണ്, ഫുഡിലെ ഭയങ്കര കൊണാണ്ടറാണ്, പിന്നെ ഫുഡ് വായൻ്റെ അകത്തിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു വരെ സാധനങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരാളല്ലേ? അറ്റ്ലീസ്റ്റ് ഓക്കെ, സ്വയം പൊക്കലും സ്വന്തം ബിസിനസ്സിനെ പൊക്കലൊക്കെ നടത്തിക്കോ. ബ്രെഡിൻ്റെ ബാക്കിലുള്ള കണ്ടൻറ്റ് നോക്കിയിട്ടുള്ള ഈ ഒരു വർത്താനം ഇവിടെ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാണും. ഈ മൃണാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിനകത്തുള്ള ലിസ്റ്റ് വായിക്കുകയാണ്. എന്തിനാണ് ഈ ലിസ്റ്റ് ഈ ബ്രെഡിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്നത്? അത് നമ്മൾ അറിയണം. ബ്രെഡ് എന്നല്ല, ഏത് പാക്കേജ്ഡ് ഫുഡാണെങ്കിലും FSSAIയുടെ ഗൈഡ് ലൈൻ പ്രകാരം അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൃത്യമായി തൂക്കം സഹിതം ലിസ്റ്റ് ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വീറ്റ് ഫ്ലവർ, അല്ലെങ്കിൽ ഗോതമ്പ് മാവ്, അല്ലെങ്കിൽ മൈദ മാവ്, എണ്ണയുണ്ടെങ്കിൽ എണ്ണ, അല്ലെങ്കിൽ എത്ര, അതുപോലെ തന്നെ അതിൻ്റെ ന്യൂട്രീഷനെ പറ്റിയിട്ട് അതിനകത്ത് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം, മിനറൽസ്, വൈറ്റമിൻസ്, ഇതുപോലെയുള്ള ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയാണ് പലപ്പോഴും നമ്മുടെ എല്ലാ പാക്കേജ്ഡ് ഫുഡിൻ്റെ ബാക്കിൽ നോക്കിയാലും നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ തൂക്കം ഉൾപ്പെടെയായിരിക്കും ഉണ്ടാവുക. അതിനകത്ത് എത്ര പ്രോട്ടീൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ഇതൊക്കെ അതിനകത്ത് ലിസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഓരോരുത്തരും ഓരോരോ പാക്കേജ്ഡ് ഫുഡിനനുസരിച്ചും വ്യത്യാസവും ഉണ്ടാവും. അപ്പോൾ ബ്രെഡിനകത്ത് ഇദ്ദേഹം തന്നെ ചോദിക്കുന്ന കാര്യമുണ്ട്, ഈസ്റ്റ് അല്ലെങ്കിൽ വീറ്റ് ഫ്ലവർ അല്ലെങ്കിൽ ഗോതമ്പ് മാവ്, വെള്ളം, ഇതുപോലെയുള്ള കാര്യങ്ങളല്ലേ ബ്രെഡിൽ കാണേണ്ടത്, അല്ലാതെ എന്തിനാണ് ഗ്ലൂട്ടൻ അതുപോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്താണ് ഈ ഗ്ലൂട്ടൻ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ബ്രെഡിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആഡ് ചെയ്തില്ലെങ്കിൽ പോലും ഗോതമ്പ് മാവിനകത്ത് തന്നെ ഗ്ലൂട്ടൻ ധാരാളം ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ മൈദ മാവിനകത്ത് തന്നെ ഗ്ലൂട്ടൻ ധാരാളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എന്തിനാണ് ഈ ഗ്ലൂട്ടനെ നമ്മൾ പേടിക്കുന്നത്? അത് വീറ്റിനകത്ത് തന്നെ ഉള്ളതാണ്. ചില ആളുകൾക്ക് ഗ്ലൂട്ടൻ ഭയങ്കര അലർജിക്കാണ്. ഈ പ്രോട്ടീനുകളോട് അലർജിയുള്ള ആളുകളുണ്ട്. നമ്മുടെ ചില ഇൻഫ്ലുവൻസേഴ്സ് തന്നെ പറയാറില്ലേ, അതായത് പ്രതിരോധ ശക്തി കൂട്ടുന്ന കുറേ ഭക്ഷണ വസ്തുക്കളെന്നൊക്കെ. അതുപോലെ ശരീരം കൂടുതൽ പ്രതിരോധം കാണിക്കുന്നത്, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളോട് പോലും പ്രതിരോധം കാണിക്കുന്നതിനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. ഇപ്പോൾ കൊറോണയുടെ സ്പൈക്ക് പ്രോട്ടീനോട് നമ്മുടെ ശരീരം പ്രതിരോധിച്ചാൽ ഓക്കെ, അത് കൊറോണയെ ഓടിക്കാനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. പക്ഷേ നമുക്ക് കഴിക്കേണ്ട വസ്തുക്കളിലുള്ള പ്രോട്ടീനോട് പോലും ശരീരം പ്രതിപ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? അതിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂട്ടൻ അലർജിക് ആയിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് കൃത്യമായി ഗ്ലൂട്ടൻ ഉണ്ട് എന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, മിൽക്ക് സോളിഡ്സ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ മിൽക്ക് സോളിഡ്സ് അല്ലെങ്കിൽ പാൽക്കട്ടി?
നമ്മുടെ പാൽപ്പൊടി തന്നെയാണ്. പാൽപ്പൊടി എന്ന് പറയുന്ന സാധനത്തിനകത്ത് മിൽക്ക് സോളിഡ്സ് ആണുള്ളത്. എന്താണ്? ഡീഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം എടുത്ത് കളയുക. കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന എന്താണ്? പാലിനകത്തും ഉള്ളത് പ്രോട്ടീൻ തന്നെയാണ്. എന്ത് പ്രോട്ടീനാണ്? കെയ്സിൻ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പശുവും പാലിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 80% കെയ്സിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്. ബാക്കിയുള്ളത് വേ പ്രോട്ടീനാണ്. ഏത്? ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ കഴിക്കുന്ന വേ പ്രോട്ടീൻ ഇല്ലേ, അത് പാലിൽ തന്നെയുള്ള കാര്യമാണ്. അപ്പം വേ പ്രോട്ടീനും ഉണ്ട്, അതുപോലെ തന്നെ കെയ്സിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ ബ്രസ്റ്റ് മിൽക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ, മുലപ്പാൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ വേയുടെ അളവ് കൂടുതലും കെയ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഈ 2 പ്രോട്ടീനുകളോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് പാലിനകത്ത്, അതാണ് ലാക്ടോസ്. നിങ്ങൾക്കറിയാം പലർക്കും ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ലാക്ടോസ് ദഹിപ്പിക്കാനുള്ള ശേഷിയില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതും അറിയിക്കാനായിട്ടാണ് അതിനകത്ത് മിൽക്ക് സോളിഡ്സ് ഉണ്ട് എന്ന് പറയുന്നത്. കേട്ടല്ലോ എന്തിനാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ വ്യക്തി ഇവിടെ പറയുന്നുണ്ട്. ഇത് മൃണാലിന് അറിയാനായിട്ടൊന്നുമല്ല. അറിഞ്ഞാലും മൃണാലിന് ഇതെങ്ങനെയെങ്കിലും വളച്ച് തിരിച്ച് ഇതൊന്നും ഇങ്ങനെയല്ല, എൻ്റെ ഹോട്ടലിൽ ഞാൻ പ്യുവറായിട്ട്, ഈ പ്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കി അപ്പം വയ്ക്കുന്നതൊക്കെ പ്യുവറാണെന്നാണ് മൂപ്പര് പറയുന്നത്. ഓർഗാനിക് സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ. മൃണാലിന് എന്താ പറയുക, ഈ കോൺസെപ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് ഈ ഓർഗാനിക് ഐറ്റം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ ഹംഗ്രി മൃണാലിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ഹോട്ടലായി. ഇനി ഹംഗ്രി മൃണാലിൻ്റെ പേരിൽ തന്നെ ഒരു ഓർഗാനിക് ഫാം തുടങ്ങാം, അതിൽ കൃഷി തുടങ്ങാം, അതിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കാം. നല്ല തീമാണ് ഈ സാധനം. ഞാൻ പറഞ്ഞല്ലോ, ഫ്യൂച്ചർ ഈസ് ഓർഗാനിക്. കാരണം അത്യാവശ്യം ഒരു ആവറേജ് ലിവിങ് ഉള്ള ആളുകൾ, പൈസ സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഈ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്ത് വിറ്റാലും പോയി വാങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എസ്പെഷ്യലി ഈ IT-കാരുടെ ഇടയിലൊക്കെ. ബിക്കോസ് അവരുടെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ വരുന്നുണ്ട് ഒരു തരം മൈൻഡ് സെറ്റ്. ഞങ്ങൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ പണിയെടുക്കുകയാണ്, AC ഇരുന്നിട്ട് ഇമ്മ്യൂണിറ്റി കുറവാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വേണം, ഞങ്ങൾക്ക് ഓർഗാനിക്കായിട്ട് ജീവിക്കണം. മനസ്സിലായോ? അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ഈ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്തും പിടിച്ച് തള്ളാം എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറുന്ന ലോകത്ത് ഇത് ആദ്യമേ അറിഞ്ഞിട്ട് അത് എറിഞ്ഞിടുകയാണ് ആശാൻ. ചെയ്തോ, ഒരു വിഷയമല്ല. പക്ഷെ മര്യാദയ്ക്ക് ബാക്കിയുള്ളവർ നെഞ്ചത്തടിച്ചാൽ ചെയ്തൂടെ? ഇതേ മൃണാലാണ് 50 റുപ്യേൻ്റെ ഷവർമ്മ പോവും എന്ന് പറഞ്ഞത് പണ്ട്. അന്ന് വില കുറഞ്ഞ സാധനം മോശമാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ഷവർമ്മേൻ്റെ കേസിൽ ഏറിപ്പോയത് മൃണാലും മറന്നിട്ടില്ല, നമ്മളും മറന്നിട്ടില്ലോ, ആരും മറക്കാൻ വഴിയുണ്ടെന്ന് ഞാൻ തോന്നുന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ഇതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക തരം ചൊറിയും ഒരു പ്രത്യേക തരം ജീവിതമാണ് ഇയാളത്. ഇയാളാണ് അടിപൊളി, ഇയാളത് മാത്രമാണ് അടിപൊളി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഏത് അറ്റം വരെയും പോകും. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കുഴപ്പം പിടിച്ച പരസ്യവാചകങ്ങളിലൊന്ന് നിങ്ങൾ കണി കണ്ടുകൊണ്ടിരുന്ന നന്മ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞാൻ ബൺ മസ്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഇത് മാർജറി എന്ന് പറഞ്ഞൊരു സാധനം പ്യൂർ ബട്ടറല്ല, ഭയങ്കര കുഴപ്പമാണ് എന്നുള്ളത് ചുമ്മാ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പയ്യൻ മെസ്സേജ് അയച്ചു, എൻ്റെ അമ്മ ഹോം ബേക്കറാണ്, ഞങ്ങൾ മാർജറി നല്ല ഉപയോഗിക്കുന്നത്, ഞങ്ങൾ വേറൊരു സംഭവമാണ്, ഇറ്റ്സ് വെരി ഗുഡ്, 30 രൂപ പോലും കോസ്റ്റ് ആവില്ല ഒരു ബൺ മസ്കി ഉണ്ടാക്കാൻ. ഓക്കെ, കണ്ടൻസ് മിൽക്കാന്നാണ് അവൻ പറയുന്നത്. അവൻ എൻ്റെ പകുതി പ്രായമുള്ളൂ, മിക്കവാറും അവൻ്റെ അമ്മയ്ക്ക് എൻ്റെ പ്രായമായിരിക്കും. പക്ഷേ അവരെന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടെന്ന് വെച്ചാൽ കണ്ടൻസ് മിൽക്ക് സോളിഡ്സ്, ഇവാപറേറ്റഡ് മിൽക്ക്, ഷുഗർ, എന്താ കുഴപ്പം? മിൽക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര കുഴപ്പമാണ്. 30% ഇന്ത്യക്കാർക്ക് മാത്രമേ പാല് നന്നായി ദഹിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. 70% പേര് അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലാവും. ഇതാണ് സത്യം. ഇപ്പം നമ്മൾ കാണുന്ന പലതും വെറും മാർക്കറ്റിംഗ് തന്ത്രമാണ്. മോനെ, നീ എൻ്റെ സ്റ്റാഫിനോട് ചൂടായി, അവർ നിന്നോട് പറഞ്ഞു ഒന്ന് പോടോ എന്ന് പറഞ്ഞു, നീ അവരോടും പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ആ സ്ക്രീൻഷോട്ടൊക്കെ ഇന്ന് രാവിലെയാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് കണ്ടത്. നിന്റെ വിശ്വാസം ശരിയാണ്, പാലല്ലേ എന്ത് സംഭവിക്കാനാണ്. പക്ഷെ അതങ്ങനല്ല. പെർപ്ലക്സിറ്റിയിലോ ചാറ്റ്ജിപിറ്റിയിലോ എവിടെയെങ്കിലും നോക്ക്, ഗൂഗിൾ ചെയ്ത് നോക്ക്. ദിസ് ഇസ് നോട്ട് ഈസി. നമ്മളെ പലതും പറഞ്ഞ് പലരും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആൻഡ് പാല്, ഷുഗർ പിന്നെ എന്താന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ. പാല് പ്രശ്നമാണ്, ഷുഗർ പ്രശ്നമാണ്, എല്ലാ പ്രശ്നമാണ്, ശ്വസിക്കുന്ന എയർ വരെ പ്രശ്നമാണ്. പിന്നെ ഈ 30 പറഞ്ഞ ഈ ലാക്ടോ പ്രശ്നമുള്ള 30% ഇന്ത്യക്കാർ പൊന്നളിയ. ഇവിടെ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ബൈ ദ വേ, ഇത് ബൺമസ്ക് അല്ല. ഇനി ഞാൻ മാസ് കാണിക്കാൻ വേണ്ടി ബൺമസ്ക് കഴിച്ചു എന്ന് പറയണ്ട. ദിസ് ഈസ് കോൾഡ് ബൺമസ്കിൻ്റെ അച്ഛൻ വേർഷൻ. ഇത് മലായ് ബന്നാണ്. ബാംഗ്ലൂർ കിട്ടുന്ന, കമ്മനള്ളി അടുത്ത് HRBR ലേഔട്ടിൽ കിട്ടുന്ന മലായ് ബൻ വർഷങ്ങളായിട്ട് ഞാൻ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. രാത്രി എൻ്റെ സ്ഥിരം സാധനമാണ്. ഇവിടെ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ ഞാനൊരു 4-5 പിടിച്ച് തിന്നും. പ്യുവർ മലായ് ഇൻസൈഡ് എ ബൻ, പ്യുവർ മലായ്
എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഇനിയിപ്പോൾ ഇതിന് ഈ ചങ്ങായി കുറേ ഐറ്റംസുമായിട്ട് വരും. ഈ പാല് ദഹിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ ഈ മിൽക്ക് പ്രൊഡക്ട്സിന് സീനുണ്ട്. ഓക്കെ, പക്ഷേ അതൊരു 70-75% ഇന്ത്യക്കാർക്കും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻസ് മൊത്തം അങ്ങനെയാന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? എന്തുവാണ് ഇത്? വി ആർ അഡാപ്റ്റിങ്, വി ആർ ഇവോൾവിങ്, എവല്യൂഷൻ അല്ലെ, അതങ്ങനെയാണ്. നമ്മൾ സർവൈവ് ചെയ്യാൻ നമ്മളെ ഗട്ട്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ മാറിയിട്ടുണ്ട് ഒരുപാട്. മിൽക്ക് ബേസ്ഡ് പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്. അത് പറ്റാത്തവർക്ക് ഇതിൽ ഇനി മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അപ്പോൾ അതും തെറ്റാണ്. മൃണാൽ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് കേട്ടോ. ഇതേ മൃണാലിന് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി പാല് തേക്കും, പഞ്ചസാര തേക്കും, മൃണാലിനാവുമല്ലോ, ബാക്കിയുള്ളവർക്ക് ആയിക്കൂടല്ലോ. നല്ല അടിക്കാത്ത ചായ തരുമെന്ന് പറഞ്ഞിട്ട് കുടിക്കുന്ന ആളാണ്. ഇതിപ്പോൾ ബൺമസ്കാൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരു ചെക്കൻ വിളിച്ച് അറിഞ്ഞം പുറഞ്ഞും കൊടുത്ത്, ഇങ്ങനെ കിട്ടിയില്ല, ഞങ്ങളുടെ സ്റ്റാഫിനിട്ട് കൊട്ടി, മനസ്സിലായോ? അപ്പോൾ അതും വിഷയമായി. ഒരു കാര്യം ചെയ്യും, പച്ചപ്പുല്ല് ഹെൽത്തി ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മൃണാലിൻ്റെ വർത്താനത്തിൽ പച്ചപ്പുല്ല് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ്, അരച്ചുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഓടിക്കേണ്ട ഓഡബിൾ കണ്ടൻറ്റുകൾ, അല്ലെങ്കിൽ ഹോട്ടലിലെ ഐറ്റംസുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓർഗാനിക് പറഞ്ഞ ഹംഗ്രി മൃണാൽ എന്ന് പറഞ്ഞൊരു വേറെ ബ്രാഞ്ച് തുടങ്ങി. ഞാനൊരു കോൺസെപ്റ്റ് ഇട്ട് തരികയാണ്, ഓടും. ഈ പ്രൊമോഷൻ അതിനും കൊള്ളാം, മനസ്സിലായില്ലേ? എന്താണെങ്കിലും കഴിഞ്ഞിട്ടില്ല. ആൻറ്റി ഓക്സിഡൻസ്, ബ്രെഡിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് ക്യാരറ്റ് കഴിക്കൂ, ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് ബീൻസ് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് പല ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഉള്ളതാണ്. അത് ശരീരത്തിന് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുമായിട്ട് റിയാക്ട് ചെയ്യും, ഫ്രീ റാഡിക്കൽസുമായിട്ട് ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ധാരാളം വീഡിയോകൾ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ആ സാധനം തന്നെയാണ് ഈ ആൻറ്റി ഓക്സിഡൻസ്. അല്ല, ആൻറ്റി ഓക്സിഡൻസ് പ്രത്യേകമായിട്ട് ആഡ് ചെയ്യുന്നതല്ല, അതിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രെഡിനകത്തുള്ള ഈ പറഞ്ഞ മാരകമായ വിഷമായിട്ട് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് തന്നെ ഉള്ളതാണ്, വേറെ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഇതിന് പുറമെ എമൽസിഫയേഴ്സ് വേണ്ടി വരും. എമൽസിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കൊഴുപ്പും വെള്ളവും കൂടെ ചേരുന്ന സമയത്ത് ആ എമൽഷനെ സ്റ്റേബിളായിട്ട് വയ്ക്കണ്ടേ? വെള്ളവും അല്ലെങ്കിൽ കൊഴുപ്പും വെള്ളവും കൂടി അങ്ങനെ ചേരില്ല. അപ്പോൾ ഒരു എമൽഷനായിട്ടാണ് ഇരിക്കുന്നത്. ആ എമൽഷനെ എമൽസിഫൈ ചെയ്യാനായിട്ടുള്ള സാധനമാണ്, അതിനെ സ്റ്റേബിളായിട്ട് വയ്ക്കാനുള്ള സ്റ്റെബിലൈസർ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ആസിഡ് റെഗുലേറ്റേഴ്സ്, അതാണ് ഒരുപക്ഷെ കേൾക്കുമ്പോൾ പേടിയായിട്ട് തോന്നുന്നു. ആസിഡ് റെഗുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും മരുന്ന് അല്ല, അത് ചിലപ്പോൾ സിട്രിക് ആസിഡോ വിനീഗറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്താണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക. കാര്യം സ്പെസിഫിക് ആയിട്ടുള്ള ചില pH വാല്യൂലാണ് ചില പൂപ്പലും മോൾഡുകളും ഒക്കെ വളരുന്നതെന്നുള്ള അറിയാം. അപ്പോൾ അതിനെ കൃത്യമായി കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ചിലപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനമോ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ട് ഉള്ളതാവാം. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ബ്രെഡിനെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ കഴിക്കുന്ന അളവിൽ ബ്രെഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന വസ്തുക്കളുടെയൊക്കെ അളവ് വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഹംഗ്രി മൃണാൾ പറഞ്ഞതുപോലെ ഇതൊന്നുമില്ലാത്ത ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. അതിനകത്തുനിന്ന് പ്രോട്ടീൻ മുഴുവൻ എടുത്തിട്ട് നിങ്ങൾ സ്റ്റാർച്ച് മാത്രം കഴിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള പല പ്രോഡക്ട്സും അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ആളുകൾക്ക്, അലർജി ഉള്ളവർക്ക് അതിന് വേറെ എന്തെങ്കിലും സാധനം അവർ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മൃണാൽ നാളെ ബ്രെഡ് ഇറക്കും, ഹംഗ്രി മൃണാൽ ഓർഗാനിക് ബ്രെഡ്. ഗ്ലൂട്ടൻ ഇല്ല, ആസിഡ്സ് ഇല്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഇറക്കേണ്ടി വരും. അങ്ങനെ ഇറക്കി നാട്ടുകാർക്ക് കൊടുക്കുക, മനസ്സിലായോ? നിങ്ങൾ ആദ്യം ഹംഗ്രി മൃണാലിന് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് മൃണാൽ ഈ പറഞ്ഞ പൊടികളുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് ഓർഗാനിക് ഇൻഗ്രീഡിയൻസ്, ശുദ്ധമായ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് ആണല്ലോ മെയിൻ. ആ ഇൻഗ്രീഡിയൻസ് പ്യുവറസ്റ്റ് ഫോമിലാണല്ലോ നിങ്ങൾ കൊടുക്കേണ്ടത് ആളുകൾക്ക്. നല്ല ആളുകൾക്ക് ഹോസ്പിറ്റൽ ബിസിനസ്സിനെ അങ്ങോട്ട് പോവാതിരിക്കും. നിങ്ങളെ ഹോട്ടൽ ഹോസ്പിറ്റൽ ബിസിനസ്സിനായിട്ട് ടൈപ്പ് ഇല്ലാത്ത ബിസിനസ്സാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ, മനസ്സിലായില്ലേ? അത് മനുഷ്യൻ്റെ ദേഹമാണ്, മനസ്സിലായോ? ചിലപ്പോൾ എത്ര നല്ലത് കഴിച്ചാലും ചിലപ്പോൾ വയറിന് പിടിക്കില്ല. അങ്ങനെയാണ് ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആ പ്രോസസ്സ്. ഓക്കെ, പിന്നെ എങ്ങനെ ഹെൽത്തി കുട്ടാന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് ഓർഡർ വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഹൈപ്പർ വേർഷനിൽ പോരുത്. ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള എന്താ പറയുമോ, ഈ ഭയങ്കര ഹൈ കോൺഷ്യസ് ആയി ഹെൽത്ത് എന്ന് പറഞ്ഞ് പോകുന്നത് തന്നെ നമ്മളെ മെൻ്റൽ ഹെൽത്തിനൊരു വിഷയമാണ്, പണി തരും.
പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഭയങ്കര ഹൈജീനിക്കായിട്ട് ഭയങ്കര ഒരു ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ചെയ്യാൻ പോക്കറ്റിൽ തുട്ട് വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നോർമലായിട്ട് ജനിച്ച് വളർന്ന ചുറ്റുപാടിൽ സാഹചര്യത്തിൽ പറ്റുന്നതൊക്കെ കഴിക്കുക, ഇമ്മ്യൂണിറ്റി കൂട്ടി വയ്ക്കാൻ നോക്കുക. ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഇമ്മ്യൂണിറ്റി അതിനായിട്ട് അഡാപ്റ്റ് ചെയ്യും. മനസ്സിലായോ? അല്ലാതെ ഒരു സ്ഥാപനം തുറന്നു വെച്ച് ആ സ്ഥാപനത്തിൽ വിൽക്കുന്നത് മാത്രം അടിപൊളി, ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് പറഞ്ഞു പോകുന്ന രാജാവിൻ്റെ വാക്കും കേട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊഞ്ഞാലയോ എന്താണെങ്കിലും എയർ റെഡി ആയിട്ടുണ്ട്. അളിയാ, വെൽക്കം ടു എയർ അഗെയിൻ. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആക്കിയെന്നുള്ളത്. ഐ ഡോണ്ട് നോ മാൻ, അത് മോശമാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ വരുന്ന ആരും മിസ് ചെയ്യണ്ട. ബൺ മസ്കിനേക്കാൾ ഒരു പടി മുകളിൽ വെക്കുന്നൊരു ഐറ്റമാണ് മലായ് ബൻ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. കമ്മലള്ളി HRBR ലേഔട്ടിലൊക്കെ സാധനം അവൈലബിൾ ആണ്. ഡു ട്രൈ ഇറ്റ്. രാത്രി കഴിക്കാൻ പൊളിയാണ്. നല്ല പാനിക്കം ചായയും നല്ല മലായ് ബൻ.